അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രൈറ്റനിങ് പാക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത്യാവശ്യം വൈറലായൊരു ബ്രൈറ്റനിങ് പാക്കാണ്. ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ലെമൺ ആണ്. അതുപോലെ തന്നെ കോഫി പൗഡർ വേണം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു പിഞ്ച് സോൾട്ട് എടുത്തിട്ടുണ്ട്, ഉപ്പ്. ഇത്രമാത്രം മതി കേട്ടോ, കൂടുതലായിട്ട് എടുക്കേണ്ട, ഡ്രൈ ആക്കും സ്കിന്ന്. ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കിന്ന്. അപ്പം ഞാൻ ലെമണിനകത്തൊന്ന് പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത്രയും മാത്രം എടുത്ത് നമുക്കൊരു ജ്യൂസ് എടുത്തിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നോർമൽ സ്കിന്നും ഡ്രൈ സ്കിന്നും, അതായത് ഓയിലി സ്കിന്നിനും യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നാണ് പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ കേർഡ് 2 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അത് രണ്ടും യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തോട്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും. ഇപ്പോൾ കോഫി പൗഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് ആ ഒരു ടാനും കാര്യങ്ങളും റിമൂവ് ചെയ്യാൻ, അതുപോലെ തന്നെ ബ്രൈറ്റ് ആക്കാൻ. അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് ആണെങ്കിൽ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉപ്പ് യൂസ് ചെയ്യുന്ന ഡേർട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കേർഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ കാര്യങ്ങളെല്ലാം ഒന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ചെറുതായിട്ട് എനിക്കൊരു ടാന് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ സിമ്പിളിൻ്റെ ഒരു ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്. ഫേസ് വാഷ് എപ്പോഴും യൂസ് ചെയ്തതിന് ശേഷം വേണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ആദ്യം നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിന് തന്നെ ഒരു പ്രോപ്പറായിട്ടൊരു രീതിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച്, നോർമൽ വാട്ടർ ഒഴിച്ച് കഴുകിയതിന് ശേഷം വേണം ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട്. ഡയറക്റ്റ് ഫേസ് വാഷ് നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കരുത്, ഫേസിലൊന്നും ഇല്ലാതെ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് 1 മിനിറ്റോളം നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കുക. ഹാർഷായിട്ടല്ല, സോഫ്റ്റായിട്ട് റബ്ബ് ചെയ്യുക. ഞാനിതിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സ്പീഡിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ മൈൽഡായിട്ട് നമ്മളുടെ കഴുത്തിൻ്റെ ഭാഗവും അതുപോലെ നമ്മുടെ ചുണ്ടിൻ്റെ സൈഡും കണ്ണിൻ്റെ മുകളിലും അതുപോലെ തന്നെ പിരികത്തിലും ഒക്കെ നല്ല രീതിയിലൊരു സോഫ്റ്റായിട്ടുള്ളൊരു മസാജ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമാണ് ഡേർട്ട് കറക്റ്റായിട്ട് പോവുള്ളൂ കേട്ടോ. കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക. ഈ ഒരു പാക്ക് എന്നല്ല, ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പോലും നമ്മൾ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഇതേപോലെ വാഷ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കാണാം, എനിക്കവിടെ ഹെയർ ഗ്രോത്ത് കാര്യങ്ങളുണ്ട് എൻ്റെ കഴുത്തിൻ്റെ ആ ഒരു പോർഷനിൽ, അതായത് കവിളിൻ്റെ പോർഷനിൽ. അപ്പോൾ അത് റിമൂവ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഉടനെ ഇടാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഫേസ് പാക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് ബെനിഫിറ്റ് ഉള്ളൊരു ഫേസ് പാക്കാണ് ഇത്. രഞ്ജിമാർ എന്ന് പറഞ്ഞിട്ടുള്ള മാമില്ലേ, ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞൊരു റെമഡിയാണ് കേട്ടോ ഇത്. ഗ്ലൂട്ടാത്തിയോണൊക്കെ മാറി നിൽക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ടാനും കാര്യങ്ങളും നല്ല രീതിയിൽ റിമൂവ് ആക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഫേസ് കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് എൻ്റെ കഴുത്തിൻ്റെ ഏരിയ കുറച്ചുകൂടി ഡാർക്കായ പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടത്തേക്കൊക്കെ കുറച്ചുകൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അമ്മേനെ ഞാൻ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കറിയാനുണ്ടായിരുന്നു അമ്മയുടെ സ്കിൻ കുറച്ച് ഡള്ളായിട്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഓർത്തു അമ്മേനെയും കൂടി ഒന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അമ്മ അപ്പോൾ ഓൾറെഡി അത് അപ്ലൈ ചെയ്യാൻ വന്നിരുന്നു. ആദ്യം പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരുവിധം ഫേസ് പാക്കൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോൾ അമ്മേനെയും കൂടി പിടിച്ച് ചേർത്തു കേട്ടോ. അപ്പം നല്ല അവർക്കും കൂടി കുറച്ച് നല്ല ഭംഗിയിലിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ അമ്മയുടെ ഫേസിലും ട്രൈ ചെയ്തു. ഇത് പിറ്റേ ദിവസം രാവിലെ എടുത്ത ക്ലിപ്പാണ് കേട്ടോ. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഷെയ്ഡ് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ.